സർ നമസ്കാരം. നമസ്കാരം. സർ, മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നടപടിക്രമങ്ങളിൽ പിഴവ് സംഭവിച്ചെന്നും സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നുമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, അങ്ങ് US പോയിട്ട് ഒരു ചടങ്ങിൽ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല രാഹുൽ ഗാന്ധി അന്യ നാടുകളിൽ പോയിട്ട്, വിദേശങ്ങളിൽ പോയി അദ്ദേഹം നെഗറ്റീവ് കമന്റ്സ് നമ്മുടെ രാജ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപും പോയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പലതവണ വിവാദമാവുകയും ചെയ്തതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ മറ്റൊരു രാജ്യത്തേക്ക് വിളിക്കുകയും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്കൊക്കെ വേണ്ടി വിളിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ വളരെ അഭിമാനപൂർവ്വം തന്നെ കാണുകയാണ്. പക്ഷേ എന്തിനാ അവിടെ പോയി നമ്മുടെ രാജ്യത്തെ കുറിച്ച് ഒരു നെഗറ്റീവ് കമന്റ് പറയണം? ഇത് സത്യത്തിൽ ഒരു അറുതി വരുത്തേണ്ട കാര്യമാണ്. ഇതിനൊരു തീരുമാനം വേണ്ടേ? ഇങ്ങനെ പറയാമോ? എന്തിനാണ് ഇങ്ങനെയൊക്കെ പോയി പറയുന്നത്? ഇത് പറയുന്നതാണോ പറയിപ്പിക്കുന്നതാണോ എന്നുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരു കാലത്ത് ഇന്ത്യ എന്ന രാജ്യം, ഇവിടുത്തെ ഭരണാധികാരികൾ ലോകത്താരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്നു. പക്ഷെ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യ എന്ന രാജ്യം ലോകമെമ്പാടും ശ്രദ്ധ നേടി. ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി ലോക നേതാവായി മാറി. അപ്പോൾ ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ, പ്രത്യേകിച്ച് മീഡിയയിൽ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു വലിയ സ്ഥാനം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട്. ലോകത്തെ ശാക്തിക ചേരികളിൽ പണ്ട് ഒരു രണ്ട് ചേരി ഉണ്ടായിരുന്നു, റഷ്യൻ ചേരി, അമേരിക്കൻ ചേരി. ഇന്നിപ്പോ അമേരിക്ക മാത്രമേ ഉള്ളൂ. മറുവശത്ത് ചൈന ശക്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും ആഗോളതലത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് ചൈന എത്തിയിട്ടുമില്ല. എന്നാൽ ഇന്ന് അമേരിക്കയുടെ തീരുമാനങ്ങൾക്ക് ഘടകവിരുദ്ധമായ നിലപാടുകൾ എടുക്കാനും അമേരിക്കൻ നിലപാടുകൾക്ക് വഴങ്ങിക്കൊടുക്കാതിരിക്കാനും കഴിയുന്ന ഒരു ലോക വൻശക്തിയായി ഭാരതം മാറി. അപ്പോൾ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കാനും സ്വന്തമായ നിലപാട് അതിൽ ഉറച്ചു നിൽക്കാനും കഴിയുന്ന ഒരു കരുത്ത് ഇന്ന് ഭാരതത്തിനുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, റഷ്യ ഉക്രൈൻ വാർ നടക്കുമ്പോൾ കേരളത്തിനകത്തും ഇന്ത്യക്കകത്തുമുള്ള മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും BJP-യോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ ഏത് ഭാഗത്താണ്? വ്യക്തമാക്കൂ. റഷ്യയോടൊപ്പമാണോ ഉക്രൈനോടൊപ്പമാണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാലസ്തീൻ ഇസ്രയേൽ വിഷയം ഉണ്ടാക്കിയപ്പോഴും ഇതേ ചോദ്യം ചോദിച്ചു: നിങ്ങൾ ആരോടൊപ്പമാണ്? BJP പാലസ്തീനൊപ്പമാണോ അതോ ഇസ്രയേലിനൊപ്പമാണോ? ഈ രണ്ട് സ്ഥലങ്ങളിലും BJP-യുടെ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഞങ്ങൾ ഇന്ത്യയോടൊപ്പമാണ്, BJP ഇന്ത്യയോടൊപ്പമാണ്. അല്ലെങ്കിൽ റഷ്യയുടെയോ ഉക്രൈനിന്റെയോ പക്ഷം പിടിച്ചിട്ട് അവരുടെ ആനുകൂല്യങ്ങൾ നേടേണ്ട ഗതികേട് ഭാരതത്തിന് ഇപ്പോൾ ഇല്ല. ഫലസ്തീനെയോ അല്ലെങ്കിൽ ഇസ്രയേലിനെയോ പിന്തുണച്ചിട്ട് ആരുടെയെങ്കിലും നല്ല ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികേടും BJP-ക്ക് ഇല്ല, ഇന്ത്യക്കും ഇല്ല. ഇന്ത്യക്ക് സ്വതന്ത്രമായും സ്വന്തമായിട്ടുമുള്ള അഭിപ്രായത്തിൽ തലയുയർത്തി നിൽക്കാനുള്ള നട്ടൽ ഇന്നുണ്ട്, സംസാരിക്കാനുള്ള ആർജവമുണ്ട്. ഈ നിലപാടാണ് ഇന്ത്യ എടുത്തത്. അതിന്റെ ഫലം എന്തുണ്ടായി? അവസാനമായപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വളരെ വില കുറച്ച് എണ്ണ നമുക്ക് കിട്ടി. അമേരിക്ക പറഞ്ഞു വാങ്ങരുത്, യൂറോപ്പ് പറഞ്ഞു വാങ്ങരുത്, ലോകത്തെ മറ്റ് പല ആൾക്കാരും പറഞ്ഞു അങ്ങനെ വാങ്ങുന്നത് ശരിയല്ല. അപ്പോഴും ഇന്ത്യ പറഞ്ഞു ഇത് ഞങ്ങളുടെ ശരിയാണ്. അപ്പൊ ഗൾഫിൽ നിന്ന് മാത്രമേ എണ്ണ വാങ്ങാവൂ, അമേരിക്കയോട് മാത്രമേ എണ്ണ വാങ്ങാവൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എവിടെ നിന്ന് വാങ്ങണം. ആ സ്റ്റാൻഡിൽ നിന്നാണ് വിട. ഇന്ത്യ പുറകോട്ട് പോയില്ല. ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയ്ക്കോ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ സാധിച്ചതുമില്ല. ഇതുപോലെ തന്നെ ഫലസ്തീൻ വിഷയം വന്നപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷക്കാരും ഇവിടുത്തെ മാധ്യമങ്ങളും എല്ലാവരും ഫലസ്തീന് പിന്തുണ കൊടുത്തുകൊണ്ട് ഫലസ്തീനോടൊപ്പം നിൽക്കുന്നതാണ് ശരി എന്ന് വാദിച്ചു. അപ്പോഴും ഇന്ത്യ പറഞ്ഞു ഫലസ്തീനെ രാജ്യമായിട്ട് അംഗീകരിക്കുന്നു, ഇസ്രായേലിനെയും അംഗീകരിക്കുന്നു, ഇവരുടെ യുദ്ധത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് ഇരുപക്ഷത്തും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. അവസാനം എന്തുണ്ടായി? അവസാനം ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളും ഭാരതത്തിന്റെ നിലപാടുകളെ അംഗീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ സ്വന്തമായ അസ്തിത്വമുള്ള ഒരു രാജ്യമായി ഭാരതം വളർന്നു വരുന്നതിൽ ലോകരാജ്യങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ചൈനയാണെങ്കിലും അമേരിക്കയാണെങ്കിലും യൂറോപ്പാണെങ്കിലും ആര് തന്നെയാണെങ്കിലും സ്വന്തം വ്യക്തിത്വവും അഭിപ്രായവും ഉള്ള ഒരു രാജ്യമായി വളർന്നു വരുന്നതിനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ പുറമേ ഇട്ട് പറയാനും പറ്റില്ല.
അതിനുവേണ്ടി നമ്മളെ കരിവാരിത്തേക്കാനുള്ള ഒരു ഉപകരണമാണ് കോടാലിക്കൈ ശേഖരിക്കുക എന്നുള്ളത്. അത് കേരളത്തിലുള്ള ഒരു പ്രയോഗമാണ് കോടാലിക്കൈ എന്ന് പറഞ്ഞാൽ മരം വെട്ടുന്ന മഴുവിന്റെ കൈയായിട്ട് ഉപയോഗിക്കുന്നത് അതേ മരത്തിന്റെ കമ്പ് തന്നെ ആകാം. അതിനാണ് കോടാലിക്കൈ പ്രയോഗം എന്ന് പറയുന്നത്. അങ്ങനെ ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തെ വെട്ടിവീഴ്ത്താനുള്ള കോടാലിയായി വിദേശ ശക്തികൾ ഉപയോഗിക്കുന്നത് ഈ ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ തന്നെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി രാഹുലിനില്ല. അതിനുള്ള ബുദ്ധി വികാസം വന്നിട്ടില്ലാത്തത് കൊണ്ട് എവിടെ പോയി എന്തെങ്കിലും ഗോപാലത്തരം വിളിച്ചു പറഞ്ഞ് അത് രാജ്യവിരുദ്ധമാണെങ്കിലും കുഴപ്പമില്ല, ഷൈൻ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇപ്പൊ അമ്മയെ തല്ലി ഷൈൻ ചെയ്യുന്ന ഒരു മകന്റെ സ്ഥാനമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വലിയ തലക്കെട്ട് കിട്ടും, വിദേശ രാജ്യങ്ങളിലെ പല സംഘടനകളുടെയും പിന്തുണ കിട്ടും, ചിലപ്പോൾ അവരുടെ മറ്റു രീതിയിലുള്ള സഹായവും കിട്ടും. അങ്ങനെ ആഗോളതലത്തിലേക്ക് ക്ഷണിക്കപ്പെടാൻ ഒരു അവസരം കിട്ടണമെങ്കിൽ ഇന്ത്യയെ 4 ചീത്ത പറയണം. അപ്പൊ അതിനുള്ള കുറുക്കുവഴിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയെ തല്ലി പേരെടുക്കുന്ന ഒരു മനഃശാസ്ത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. സോറോസ് ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ പലരും പണം വാങ്ങുകയും അതിനനുസരിച്ച് ഒരു ഡീപ് സ്റ്റേറ്റ് പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ ഇതിനകം തന്നെ പുറത്തു വന്നതാണ്. ഇപ്പൊ സാർ പറയുന്നത് പോലെ അമ്മയെ തല്ലി അത്തരത്തിലൊരു ഖ്യാതി നേടുക എന്നുള്ളതാണ്. എന്തായാലും കെട്ടതായാലും കുഴപ്പമില്ല, ഖ്യാതി കിട്ടിയാൽ മതി എന്നുള്ള ഒരു പക്ഷം. അപ്പോ ഈ പറയുന്ന രീതിയിലുള്ള കേസുകളും നാഷണൽ ഹെറാൾഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. പക്ഷേ ഈ പറയുന്ന രാഹുൽ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പോയി നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ അതിന് അദ്ദേഹത്തിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? അദ്ദേഹത്തിനെ ഒരു ചട്ടുകമായി അങ്ങനെ നടന്നോട്ടെ എന്നുള്ളതാണോ ഭാരതത്തിന്റെ നിലപാട്? അതിനൊരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടതല്ലേ? അല്ല, ഇതൊരു വലിയ ചോദ്യമായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പിടിച്ച് ജയിലിലിടാത്തത്? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകൾ തടയാത്തത്? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പരസ്യമായി ശാസിക്കാത്തത്? എന്തുകൊണ്ടാണ് രാഹുലിനെതിരെ കേസ് കൊടുക്കാത്തത്? ഇങ്ങനെ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു കാര്യം ചെയ്തു കിട്ടുക എന്നുള്ളതാണ് രാഹുലിന്റെ ലക്ഷ്യം. അങ്ങനെ ചെയ്തു കിട്ടിയാൽ അപ്പോൾ ലോകരാജ്യങ്ങളോട് അയാൾക്ക് വീണ്ടും പറയാൻ പറ്റും, കണ്ടോ ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ, അതുകൊണ്ട് ഈ ഭരണകൂട ഭീകരതയുടെ ഇരയായതുകൊണ്ടാണ് ഞാനും എന്റെ പാർട്ടിയും അധികാരത്തിൽ വരാത്തത്. ഇപ്പൊ ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളിലും കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ രാഷ്ട്രത്തലവന്മാർ പലതവണ മാറി, ഇന്ത്യയിൽ മാത്രം മാറുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ മാത്രം മാറാതിരിക്കുകയും മറ്റു രാജ്യങ്ങളിൽ, ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളിലും എല്ലാം രാഷ്ട്രത്തലവന്മാർ മാറുമ്പോൾ, ഭരണകൂടങ്ങൾ മാറുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ ഒരു വികാരം, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അസൂയ ലോകരാജ്യങ്ങൾക്കുണ്ടാകും. ലോകരാജ്യങ്ങൾക്കുണ്ടാകുന്ന അസൂയ മാത്രമല്ല, അവരുടെ ശാക്തിക ബലാബലങ്ങളുടെയും സാമ്പത്തിക രാഷ്ട്രീയ വ്യാപാര സംവിധാനങ്ങളെയും ഒക്കെ ഈസി ആയിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്ന് ഭാരതം വളർന്നിരിക്കുന്നു. ഉദാഹരണം പറയാം, ചൈനയിലെ വ്യാവസായിക മാനുഫാക്ചറിംഗ് സെക്ടർ ഇന്ന് ഇന്ത്യയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ കാറുകൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ലോകത്തിന്റെ പല മേഖലകളിലും 1ാം സ്ഥാനത്തേക്ക് വരുന്ന ഭാരതത്തെ പല ലോക രാജ്യങ്ങൾക്കും സഹിക്കുന്നില്ല. അപ്പൊ ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനെ കയ്യിലെടുത്തുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ വിദേശ ശക്തികൾ ശ്രമിക്കുന്നു. ജോർജ് സോറോസിന്റെ ഒക്കെ ലക്ഷ്യത്തിൽ ഇദ്ദേഹം നല്ല ഒരു കോടാലിക്കൈയായിട്ട് നിന്നു കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് കൊണ്ട് ഇന്ത്യ വിരുദ്ധന്മാർക്കെല്ലാം കയ്യിലെടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു കളിപ്പാട്ടമായിട്ടോ അല്ലെങ്കിൽ ആയുധമായിട്ടോ രാഹുൽ ഗാന്ധി മാറിക്കൊണ്ടിരിക്കുകയാണ്.